Now, it's Dr. Harikumar. It's a continuation of what Annette explained, because she has been in the experimentation field. So, Dr. Harikumar's subject today is Kathakali and experimentation. Dr. Harikumar, can you kindly present your subject today? Yes. So I am so thankful to Ramadas Setan for inviting me for this webinar, and so privileged to be one among you. And the subject that I received is very interesting because I have done so many new Kathakali plays. I have wrote and composed and presented nearly 18 new Kathakali plays on the stage. But today I would like to focus on Vallathol because it is the subject is on Vallathol's creativity and Vallathol's contribution to Kathakali and Kerala. Yes, Kalatharan has already mentioned Vallathol's contributions to bring up Kalamandalam and to bring up Malayalam poetry and to bring up Mohiniyattam dance form. Not only that, I wanted to give emphasis on Vallathol himself was so enthusiastic about creating new Kathakali plays. So he himself wrote a Kathakali text with the title Aushadha Haranam, and when he was actively participating in the Kathakali activities. I think it was choreographed and it was played in Kathakali. Vallathol's contributions is not only in Kathakali choreography and നമുക്കറിയാം അതായത് വള്ളത്തോളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മലയാളം, though he is considered to be one of the trinities, ഉള്ളൂർ, വള്ളത്തോൾ ആൻഡ് കുമാരനാശാൻ, അദ്ദേഹത്തിന്റെ കവിതകള് കൂടുതലും ഏറ്റവും നല്ല കവിതകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ, അതുപോലെ ശിഷ്യനും മകനും, അതുപോലെ അച്ഛനും മകളും, ഇങ്ങനെയുള്ള വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഈ മൂന്ന് കവിതകളും എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഒരു കവിതയാണോ അതോ അതൊരു നാടകമാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള ഒരു വർക്കാണ് ഈ മൂന്ന് കവിതകൾ. ശിഷ്യനും മകനും ആണെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പരശുരാമനും അതുപോലെ ഗണപതിയുമായിട്ടുള്ള യുദ്ധവും അല്ലെങ്കിൽ വഴക്കും, അതിനുശേഷം ശിഷ്യനും മകനും ഒരുപോലെ തന്നെയാണ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വള്ളത്തോൾ എത്തുന്ന ആ കവിത, അതൊരു നാടക കൃതിയാണോ, അതിൽ നാട്യാത്മകതയാണോ കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്, കാവ്യാത്മകതയാണോ കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ നാട്യാത്മകതയായിരിക്കും കൂടുതൽ പൊങ്ങി നിൽക്കുന്നത്. അതുപോലെ തന്നെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എടുത്തു നോക്കുകയാണെങ്കിലും ബന്ധനസ്ഥനായ അനിരുദ്ധനിലും ഉഷയും അല്ലെങ്കിൽ ആ കഥയുടെ തുടക്കം മുതൽ പരിസമാപ്തി വരെയുള്ള ഭാഗങ്ങൾ വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു കഥകളിയുടെ സങ്കേതങ്ങൾ, കഥകളിയുടെ ചിന്തകളുള്ള, കഥകളി രക്തത്തിലുള്ള ഒരു കവിക്കാണ് അത്തരത്തിലുള്ള ഖണ്ഡകാവ്യങ്ങൾ എഴുതാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് അച്ഛനും മകളും എന്നുള്ള കഥ എടുത്താലും ശകുന്തളയും വിശ്വാമിത്രനുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ അതൊരു കവിത എന്നതിനേക്കാൾ ഒരു ആട്ടക്കഥയുടെ രൂപത്തിലായിരിക്കില്ല അദ്ദേഹം അത് എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ അതിൽ ഏറ്റവും അധികം മുഴങ്ങി കേൾക്കുന്നത് ഒരു കഥകളിയുടെ സ്പിരിറ്റും ഒരു നാടകത്തിന്റെ സ്പിരിറ്റുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഔഷധാഹരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആട്ടക്കഥാ സാഹിത്യത്തിലായാലും കഥകളിയുടെ നിലനിൽപ്പിനായാലും പുതിയ കഥകളുടെ ആവശ്യകതകൾ വളരെ അധികമാണ്. അല്ലെങ്കിൽ പുതിയ കഥ ഇതിന്റെ മൊമെന്റം സൂക്ഷിക്കണമെങ്കിൽ, കഥകളിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ വേഗത സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ, ഏതൊരു കലയാണെങ്കിലും ഏതൊരു സംസ്കാരമാണെങ്കിലും ഏതൊരു ശാസ്ത്രമാണെങ്കിലും അതിൽ കൂട്ടിച്ചേർക്കലുകളും സ്വാംശീകരണങ്ങളും ഉണ്ടായാലേ നടക്കൂ എന്നുള്ള ഉറച്ച ഉത്തമ വിശ്വാസം വള്ളത്തോളിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഔഷധാഹരണം പോലെയുള്ള ആട്ടക്കഥകൾ എഴുതുകയും അത് അവതരിപ്പിക്കാൻ കലാമണ്ഡലത്തിൽ സന്നദ്ധനാവുകയും ചെയ്തത് എന്നുള്ളതാണ് കാര്യം.
മാത്രമല്ല ആ കാലഘട്ടം എന്ന് പറയുന്നത്, കലാമണ്ഡലം ഉണ്ടായ കാലഘട്ടം എന്ന് പറയുന്നത്, കഥകളിയെ അതുവരെ പരിപോഷിപ്പിച്ചിരുന്ന, അതുവരെ ആസ്വദിച്ചിരുന്ന ഒരു അന്ന് വരെ ആസ്വദിച്ചിരുന്ന ആസ്വാദകരിൽ നിന്നും കഥകളിയെ പറിച്ച് പുത്തനായ ഒരു പുതിയ ആസ്വാദകരുടെ മുൻപിൽ കഥകളിയെ നടുന്ന ഒരു വലിയൊരു സംരംഭമാണ് കലാമണ്ഡലത്തിൽ കൂടെ വള്ളത്തോൾ നടത്തിയത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എങ്ങനെയാണ് ഇങ്ങനെ സാങ്കേതിക ഭദ്രമായ ഒരു കല മുദ്രകളിൽ കൂടെ മാത്രം, അല്ലെങ്കിൽ സങ്കേതങ്ങളിൽ കൂടെ മാത്രം, കലാശങ്ങളിൽ കൂടെ മാത്രം എല്ലാം ശൈലീകരിക്കപ്പെട്ട ഒരു കലയിൽ കൂടി സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ഒരു ചോദ്യചിഹ്നം അന്ന് കഥകളിയിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും എല്ലാ പരിപോഷകന്മാർക്കും ഉണ്ടായിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് വള്ളത്തോൾ സീതാ സ്വയംവരം പോലെയുള്ള കഥകളിൽ അതിൽ പരശുരാമന്റെ ആഹാര്യത്തിനെ അദ്ദേഹം വളരെ അന്നത്തെ കാലഘട്ടത്തിലെ ആസ്വാദകർക്ക് സ്വീകാര്യമാവും വിധം ഇന്ന് കാണുന്ന പോലെയുള്ള പരശുരാമനെ അദ്ദേഹം രവിവർമ്മ ചിത്രത്തിനെ സ്വാധീനത്താലാണോ അതോ എങ്ങനെയായാലും വളരെ റിയലിസ്റ്റിക് ആയ ഒരു അപ്രോച്ചിൽ പരശുരാമനെ അവതരിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് രാമൻകുട്ടി ആശാൻ അങ്ങനെ ഒരു പരശുരാമനെ അവതരിപ്പിച്ചത് എന്ന് നമുക്കറിയാം. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇത്തരം കലകളിൽ നൂതനമായ സങ്കേതങ്ങളും നൂതനമായ പരിഷ്കാരങ്ങളും വളരെ ആവശ്യമാണ് എന്ന് വള്ളത്തോൾ ചിന്തിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ പരശുരാമന്റെ വേഷം പോലെയുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം വരുത്തിയത്. ആ കാലഘട്ടത്തിൽ തന്നെ ഭഗവതത്തിലെ ഭീമസേനനെയും കിരാതത്തിലെ അർജുനനെയും വിവിധ തരത്തിലുള്ള ആഹാര്യത്തോടുകൂടി അവതരിപ്പിക്കാൻ കലാമണ്ഡലത്തിൽ കൂടെ ശ്രമിച്ചിരുന്നു എന്നുള്ളതിന് ചെറിയ രേഖകളും ഫോട്ടോഗ്രാഫുകളും ഇപ്പോഴും ബാക്കിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഞാൻ അനുവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുതിയ ആട്ടക്കഥകൾ കുറേയധികം ചെയ്യാനുള്ള സാഹചര്യങ്ങളും ചെയ്യാനുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ മുൻതലമുറക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ പിൻതലമുറക്കാരായിട്ടുള്ള വള്ളത്തോളിനെയും വാമനാവതാരം എഴുതിയ കക്കാട് കരണോപ്പാടിനെയും പോലെയുള്ള ആ മഹാവ്യക്തികൾക്ക് തന്നെ ഈ കഥകളിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരം പുതിയ പരീക്ഷണങ്ങളും, അത് പരീക്ഷണങ്ങളല്ല, അത് വാസ്തവത്തില് അത് പഴയതിനെ മാറ്റി പുതിയതാക്കലുകളല്ല, പഴയതിന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് തന്നെ ആ ഫ്രെയിമിൽ പുതിയ കാര്യങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളിക്കാം, എത്ര കണ്ട് പുതിയ സാധ്യതകളെ അതിൽ ഉൾക്കൊള്ളിക്കാം എന്നുള്ള ഒരു പരിശോധനയും എന്നുള്ളൊരു അന്വേഷണവും മാത്രമാണ് വ്യക്തിപരമായി ഒരു കഥകളിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അനുഷ്ഠിച്ചു പോകുന്ന ഒരു കാര്യം. ഏതൊരു സംഗതി ആയാലും അതിന്റെ ജീവൻ എന്ന് പറയുന്നത് അതിന്റെ സഞ്ചാരമാണ്, അതിന്റെ ചലനമാണ്, അതിന്റെ സ്പന്ദമാണ്. ആ സ്പന്ദം നിലയ്ക്കുന്നതോടുകൂടി ആ കലയുടെ ജീവിക്കുന്ന അവസ്ഥ ഇല്ലാതെയാകുന്നു എന്നുള്ളത് ഒരു ലോക സത്യമാണ്. അതുകൊണ്ട് തന്നെ കോട്ടയം കഥകൾ, കൊട്ടാരക്കര കഥകൾ, നടചരിതങ്ങൾ, തമ്പിയുടെ കഥകൾ, അശ്വതി തിരുനാളിന്റെ കഥകൾ, അങ്ങനെയുള്ള കഥകൾ നമ്മൾ ധാരാളം കളിച്ചു വരുമ്പോൾ തന്നെ അതിനോട് എന്തെല്ലാം പുതിയതായി കൂട്ടിച്ചേർക്കാൻ സാധിക്കും എന്നുള്ള ചിന്ത കഥകളി ലോകത്ത് കഥകളിക്കാർക്കും കഥകളി ആസ്വാദകർക്കും അത്യാവശ്യമായ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ കഥകളി പോലുള്ള കലകൾക്ക് നൂതനമായി വരുന്ന ആസ്വാദക വൃന്ദങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയുള്ളൂ. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സങ്കേതങ്ങളും പുതിയ സാധ്യതകളും ഓരോ കലാകാരന്മാരും ഓരോ ശാസ്ത്രജ്ഞന്മാരും ഓരോ സാമൂഹിക പ്രവർത്തകരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അനറ്റ് പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു ഷേക്സ്പിയറുടെ നാടകത്തെ, ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു നാടകത്തെ കഥകളി പോലെ ഒരു ക്ലാസിക്കൽ കലയിലേക്ക് അത് ചേർക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ചിന്ത പോലെ തന്നെ എങ്ങനെയാണ് അഭിമന്യു പോലെയുള്ള ഒരു സന്ദർഭത്തെ കഥകളി എന്ന് പറയുന്ന ഒരു സങ്കേതത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് കർണന്റെ മരണം പോലെയുള്ള ഒരു സന്ദർഭത്തെ കഥകളിയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക. സാധാരണ നിലയിൽ വരുന്ന സമയത്ത് പുതുതായി ഉണ്ടാവുന്ന പല കഥകളിലെയും ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിലെ ആട്ടക്കഥ സാഹിത്യം പുതിയതായി, പക്ഷെ അതിന്റെ രംഗക്രിയകളിൽ പുതുതായ സമീപനങ്ങളോ പുതുതായ സംരംഭങ്ങളോ പുതുതായ ഇറക്കുമതികളോ ചെയ്യാതെ
സാഹിത്യം മാത്രം പുതിയത്, അതിനുള്ള ഒരു ജസ്റ്റിക്കുലേഷൻ മാത്രം ഈ വേഷക്കാരൻ നടത്തി പുതിയ കഥയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കഥകളി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അല്ലെങ്കിൽ സദനത്തിന്റെ ബാനറിൽ ശാപമോചനം, കർണപർവം, അഭിമന്യു, ഹിഡുംബി അങ്ങനെയുള്ള പുതിയ കഥകൾ എനിക്ക് ചെയ്യേണ്ട ഒരു 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 സന്ദർഭം ഉണ്ടായിട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കഥകളെല്ലാം സാധാരണക്കാരുടെ ഇടയിലാണെങ്കിൽ പുതിയ ആസ്വാദകരുടെ ഇടയിലാണെങ്കിൽ വളരെയധികം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് തെളിവുകളുണ്ട്. പഴയ കഥകളെ പുതിയ കഥകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പഴയ കഥകൾ നിരാകരിക്കുക എന്നല്ല. പുതിയ കഥകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പഴയ കഥകളുടെ ഒരു തുടർച്ചയായി, പഴയ കഥകൾ മുന്നോട്ട് പോകേണ്ട ഒരു പന്ഥാവായി അതിൽ പുതിയ കഥകളെ സമർപ്പിക്കുക എന്നൊരു പദ്ധതിയാണ് സാധാരണ കഥകളെ ആരും എന്റെ കൂടെ എന്ന കലാകാരന്മാരും ചെയ്തിട്ടുള്ളത്. ഈ ശാപമോചനം അല്ലെങ്കിൽ കർണപർവം പറയുന്ന പുതിയ കഥകളിൽ ആട്ടക്കഥാ സാഹിത്യം മാത്രമല്ല പുതിയ, അതിൽ സാഹിത്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് പുതിയ താളത്തിലുള്ള പുതിയ രാഗത്തിലുള്ള സാരി പോലെയുള്ള രൂപങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല വള്ളത്തോളിനെ പോലെയുള്ള ഒരു കഥകളി പ്രേമി അല്ലെങ്കിൽ കഥകളിക്ക് വേണ്ട ഭൂമിക തയ്യാറാക്കാൻ വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച ഒരു വ്യക്തി തന്നെ ഔഷധാഹരണം പോലെയുള്ള പുതിയ ആട്ടക്കഥ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യാൻ താല്പര്യം കാണുന്നുള്ളത് എന്നെ പോലെയുള്ള പുതിയ കഥകളിക്കാർക്ക് അല്ലെങ്കിൽ കഥകളിയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊരു പ്രചോദനമാണെന്നും അതിന് വഴികാട്ടിയ അല്ലെങ്കിൽ വഴി കാണിച്ചു തരുന്ന വള്ളത്തോളിന് എല്ലാവിധ നമസ്കാരങ്ങളും എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വെബിനാറിലെ എന്റെ സംഭാഷണങ്ങളെല്ലാം മഹാകവിക്കും എല്ലാമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി Okay, Dr. Harikumar, thank you for that wonderful presentation. Although there were some technical problems. Okay, now I hand over to Dr. Kannan to present his topic on popularizing Kathakali among the masses. Namaskaram. First of all, thank you for inviting me to be a part of this wonderful, beautiful webinar in which all these personalities are presenting their papers, and I'm also getting a chance to be with them. So, of course, that is a happy occasion. Immediately, I was thinking how to popularize Kathakali, because Kathakali can never be popularized. So, Kathakali can never be a popular form. Always, Kathakali used to be a very, very serious presentation, and those who wanted to appreciate serious performances with a preparation, they come in front of Kathakali performance and they appreciate. That is how it happens. So Kathakali can never be a popular form. But then later I thought there might be other possibilities in this subject, because the popularization means to reach the mass, to reach more and more people. So in this time of democracy, it is necessary that the Kathakali, the art form, should reach more and more people. But how to reach the more and more people? That is another question, because if we present something novel, something new which has not performed until now, then immediately the media naturally will present more and more articles, or the media attention will be gained. So that might be one way to attract masses, to present something new, give a shock, and so people will be looking at it. But that is not the way in Kathakali. What we want is its traditional form, the classical form, should reach the public, the mass. More and more people should appreciate the traditional form of Kathakali. This is what we want. So that is the real popularization of Kathakali. That means more and more people appreciate the traditional aesthetics of Kathakali.
that is a challenge, because the most valid challenge at this time is, I think, that the cultural, the aesthetic sensibility of the new generation has already changed. For them, when they are watching Kathakali, its Natyaharmini form itself is very strange. The Kathakali Vesham, Pachavesham, Allengil Kathivesham. So this kind of traditional form itself is very strange for a new generation person. Only those who live, born and brought up in a situation where they can watch Kathakali and Kudiyatam again and again, only such people now become Kathakali viewers actually. And attracting new audience, attracting new people towards this aesthetics is a real challenge existing in Kerala right now. For that purpose, I think there are mainly two things we have to do. One, the presentation of Kathakali need to be in a proper way. That means, as a performer, I know when a performance is planned at 8 o'clock, usually it starts at 8:30 or 9 o'clock, sometime 10 o'clock. So nowadays, when we organize programs, we make sure that it starts exact time, at time. If we plan it at 7 o'clock, we should start the performance at 7 o'clock. And also the lighting and the stage arrangement, everything should be proper and perfect. Usually in olden time, these things are less important in Kathakali or Kudiyatam stages, because in ancient times, you usually present performance in informal places. So the same thing we continue. So naturally, the new generation, when they are watching Kathakali, they are expecting a kind of formal lighting and also a formal stage. So it is very important to make these things perfect. And also, it is very important, a coordination between the artists. That is also very important. So in a performance, if one person takes too much time and the others are not getting that much time, because Kathakali is improvisation. You can improvise a scene, and so you can take your time as a performer or as a singer, as a drummer. They have their own space on stage, so they can take too much time and the others might not get enough time. So that kind of lack of coordination should not happen on stage. So in each stage, there should be a proper coordination between the artists. That is very important. Mostly it happens, but in many occasions, we lose that kind of things. And also, another very important thing is that when we are presenting Kathakali, usually we started traditionally in traditional temples, and even now, most of the Kathakali performances are happening in temples, in traditional situations. So in temples, when you are presenting, we are presenting Kathakali at 9 o'clock or 10 o'clock, then after Purapada and Melapadam, the actual play starts at 11 o'clock or 12 o'clock. That is the time when people used to sleep. So when people are sleeping, if we perform and if we expect that they will be in front of our performance, then it might not happen, because the next day people have to go for their work and many other things. So it is very important that we start all performances earlier. And nowadays, people are starting it at 3 o'clock or 4 o'clock and end before 10 o'clock or until before 11 o'clock. That is very good. So that thing should keep, and like that we can attract more people. Presentation making in a good situation and good manner, that is one aspect. But there is one more aspect. A lot of technical things in Kathakali which people do not know. For example, the main concrete aspect in Kathakali body is its hand gesture language. If one person knows the literature
and the hand gesture language, then they can follow Kathakali. Not only Kathakali, Kudiyattam, and any other art forms, they can really enter into the performance. What the actor is trying to create, they are able to connect with that creativity if they have a little bit knowledge about the hand gesture language. So in Kerala, even now, the hand gesture language has not begun to, the people has not begun to teach the hand gesture languages formally. Even in Kalamandalam, when I was working there, I usually request to start hand gesture language classes for the mass, so that more people learn the hand gesture language, and that will help to attract more people. Because we used to conduct hand gesture language workshops for the viewers, and I have experienced that some people who have watched Kathakali for 30 years, when they start learning hand gesture language, they immediately understand, oh my God, we have been watching this hand gesture language for all these years, but we have not realized that it is hand gesture language they are doing on stage. So like this, a number of people are there who have no idea about the hand gesture language. But once we give them a kind of understanding about this hand gesture language, I'm sure they will come closer to the performance. So this kind of basic education we need to give to the public. For that purpose, Kalamandalam and the government, the education department need to work in this area. So if we are able to do these two ways, then I'm sure that more and more people can be attracted towards Kathakali. But it is very important to keep the tradition as it is. As Harikumar Hariyatan, we always call him Hariyatan. So Hariyatan was saying that it is important, the novel presentations or novel creations need to be a continuation of the tradition. So the traditional values, the aesthetic values of the traditional presentation need to be there in the modern presentation as well. So that kind of an approach in the traditional presentation performance, and also if we teach the new generation the importance of the aesthetics. For example, even in the universities, they say that it is not necessary to learn Dasa Siddhantam or any other Sanskrit Siddhantam. You only need to learn modern theories, because you are living in this 21st century. On the basis of this modern theory, you cannot approach these traditional art forms. Maybe you can apply these theories like structuralism and semiotics. All these things you can apply in these art forms and can understand a little bit and go deeper into it, maybe for the purpose of research and further understanding. But the basis of the presentation of these art forms are, of course, our Rasa Siddhantam and the concept of bhava, because the meaning of bhava, as it is presented in Bhava Prakashanam, as you know, the meaning of bhava, they say it has 5 different meanings: padartham, kriya, satta, vikaram, satvikam. So these 5 different meanings are there. I am not going to explain these theoretical aspects here, but I am saying that this kind of depth is there in each word and the approach. These basic concepts need to be there. Otherwise, need to be there in the classroom. We need to teach the artists and the audience. This understanding, on the basis of this understanding, the traditional presentation will exist. Then more and more people, definitely youngsters are there who are eager to learn. For example, now when the lockdown started, we started online courses to teach the aesthetics of Kathakali. A number of students have joined in these classes. Even now that classes are going on.
So we are teaching them the basic aesthetic concepts of our traditional performances. So without this basic theoretical understanding, these performances cannot be learned, cannot be performed, cannot be appreciated properly. So these things are very important to reach Kathakali to more and more people. As I said in the beginning, I'm sure that Kathakali can never be a popular form, because a popular form has a formula. When you are creating a popular movie or a popular play, there are some formulas in it. It is not possible to apply these popular formulas in Kathakali. But when you are presenting, for example, Kottayam Kathakali plays are not as popular as Nalacharitam. And Karnashabatham might be more popular than Nalacharitam. So like that difference is there. The mass appeal is there in the Kathakali presentation, but still what I am talking about more importantly is the traditional value in the presentation of Kathakali, and that traditional value need to be preserved in our presentation, and it need to be taught to the new generation. That is the only way to reach our great performance to more and more people. Thank you for inviting me, for sharing my ideas, and my pranamam to Vallathol for his great work. And also, not only Vallathol, a number of people supported Vallathol. That is also very important. So he was there leading the whole mass of people who worked together to form Kalamandalam, and who totally devoted their life, the artists, and a number of organizers who devoted their life to uplift this great art form, all these great classical art forms. So to be a part of it is my ende bhagyam aana. So thank you very much. I conclude. Thank you very much, Dr. Kannan, for giving effective ways to popularize Kathakali among the masses. As you rightly said, this is a dilemma. First of all, the Kathakali was not originally meant to be a mass attracting art. It was meant for a small group of connoisseurs who understood the intricate facial expressions and mudras and bhava, and more importantly, the story. I think the young generation should know the story is involved in all this. Right. Once they know the story, they are likely to be more hooked to the Kathakali. And also maybe the new technology can be used to popularize Kathakali among the new generations. Thank you once again, Dr. Kannan. Now, before I hand over to my cousin Nandakumar to deliver vote of thanks on concluding remarks, personally, I thank all of you for being a part of this webinar. Sri Kalacharanji, thank you. Dr. Harikumar Ji, Anat, I hope you will continue to be involved with us in some way in future also. Sure. I hope you will be Sure. a part of our webinar, because this is a series. This is an ongoing series. The next one we are going to plan is on, Logame Taravada, the famous poem by Kathakali. Yeah. I translated two lines for you. Exactly, you translate. We want to conduct webinars on that, because we believe if people have that concept of the family, for all the plants, the worms, the grass, everybody is a part of the family, there will be less bigotry, as we discussed the other day. So we are going to plan many episodes down the road. So we hope you will continue to be involved in our series. Let us see. Okay. Dr. Kannan, thank you very much for being a part of this. And now I hand over to my cousin, Nandakumar, whom we fondly call Uchimon. Thank you, Ramota. I call him Ramota. And I will touch up, just go through this, this conclusory, when I do the conclusory remarks, I will just touch upon what of you all have said, and maybe sometime you can once again chip in. I may use Malayalam mostly than English for the comfort of, because in a
World Malayalam Conference, it's not right to use English all the time, or it's in Vallathol's language. Vallathol didn't know English, but he traveled around the world and convinced people to catch and to attract Kathakali. So, രണ്ട് ഭാഷയും ഞാൻ ഉപയോഗിക്കാൻ എന്നോട് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് ശ്രീ കലാധരൻ സാർ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം he mentioned about Vallathol and Kalamandalam, the kind of trials and tribulations he has gone through to build up Kalamandalam. At a time when there was the things were showing so dim, എന്താണ് പറയുക, നാടുവാഴികളുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം, അതുപോലെ തന്നെ കാണികൾക്ക് ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ഒരു മാറ്റം വരുന്ന കാലം, യുദ്ധത്തിന്റെ അടിസ്ഥാനപരമായ ശക്തി കാരണം സാമ്പത്തിക തകർച്ച നേടുന്ന ഒരു കാലം. വെൽക്കം മദനേട്ടൻ, you have joined in the time for the conclusionary remarks, but unfortunately എന്റെ പൊന്നിരിക്കേണ്ടടുത്ത് പുഷ്പം വെച്ചു എന്നുള്ള പോലെ മദനേട്ടന്റെ സ്ഥാനം എനിക്ക് എടുക്കേണ്ടി വന്നു. സന്തോഷം. ഞാൻ ആദ്യമേ സോറി, ക്ഷമാപണം പറയട്ടെ, അങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയത് കൊണ്ടാണ് വരാൻ പറ്റായിരുന്നത്. എനിക്ക് ഇത് കേട്ടിരുന്നെങ്കിൽ മദനേട്ടനെ അത് പറയാമായിരുന്നു, അല്ലെങ്കിൽ ആണെങ്കിൽ അപ്പൊ അതിനെ കുറിച്ച് വളരെ അദ്ദേഹം പറഞ്ഞു. അതായത് സാങ്കേതിക വിദഗ്ധ ടെക്നോളജി ഇല്ലാത്തൊരു കാലഘട്ടത്തില് അദ്ദേഹം ചെയ്ത ത്യാഗങ്ങള് എന്താണെന്ന്, ഏറ്റവും എന്തിനാണെങ്കിലും പണം വേണം. ആ പണം സംഭരിക്കാൻ what all trials and what all things he had gone through to amass the money to build Kalamandalam. നമ്മളുടെ ഇതിനെ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ കലാമണ്ഡലത്തിന്റെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആശയങ്ങളും പറഞ്ഞ് ശ്രീ കലാധരൻ സാറിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. വെള്ളത്തോൾ മെമ്മോറിയലിന്റെ പേരിലും ഞങ്ങളുടെ വെള്ളത്തോൾ തറവാടിന്റെ പേരിലും ഞങ്ങൾ നന്ദി പറയുകയാണ്. അടുത്തതായിട്ട് പറയേണ്ടത് ലേഡി ആനറ്റ് ലിഡെ. Having gone through your profile yesterday, I felt so proud. A lady who could realize her passion at that age, and because very few people could realize what I want in life, and those who realize that at an early stage, what happens is that they contribute to the society, and that is what King Lear is. Thank you. And Thank you. We are honored to listen to your the travel of 30 years of your Kathakali, how you learned coming. നമ്മുടെ കൊച്ചു പാലക്കാടിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ വന്ന് സദനം കുമാർ സാറിന്റെ കുടുംബം തുടങ്ങിയ അതില് അവിടെ വന്ന് താമസിക്കുകയും അവിടെ നിന്ന് മലയാളം പഠിക്കുകയും നമ്മളെ പോലെ തന്നെ മലയാളം മനസ്സിലാക്കുകയും കഥകളി പഠിക്കുകയും ചെയ്ത ഒരു പുണ്യ ആത്മാവ്, യുവർ സോൾ യു ആർ, ആൻഡ് വി വെൽക്കം യു ബീങ് എ കേരളൈറ്റ് more than a French. and today you still continue the good work of propagating what Kathakali is now. That is a great thing, because like you and I, maybe sometimes you yourself or your colleague, sometimes ഞാൻ കലാമണ്ഡലത്തിലെ വെക്കേഷൻ കാലത്ത് വന്ന് താമസിക്കുന്ന സമയത്ത് അതിനെ ചെറുതുരുത്തി വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ സ്ഥിരം വിസിറ്റേഴ്സ് ആണ് these foreign students. So one guy asked me, what do you do? So I told I was studying for pre-degree in Varangi. After that, then he said degree. Then he said after that, then I said I will get a job. Then he said, why don't you learn Kathakali? That means he was telling me, you have so much things and so much thing in this country and a different art. Why don't? Now I realize he has realized that is what he wants in life. And I happen to go to the corporate world. So your wish and revelation of that passion, you have materialized in your life. Wishing you all the best.
Thank you, Thank madam, for being Thank you with very us and continue you. our work. And we as the Tharavad and Vellathol Memorial, we will support you for all your future endeavors in Kerala. Thank you very much. Thank you so much. I just a little thing. First, when I first came to Kerala, very first time, I thought all men were Kathakali dancers. Kathakali was that famous. Only a small difference. Not Kathakali, they're all actors. Most of them that's true also. Thank you. Thank you. I'm very sorry, but I have to leave you. Okay, and I'm very sorry. No Please, problem. I apologize, and I will get back in touch as soon as possible. Thank you very much again. Thank you Thank once you for again. being with us all this time. Thank you once Thank again. you. I must go. Stay safe, Bye-bye. madam. Bye-bye, everybody. Take Stay very safe. good care. Take very good Thank you. care. Thank you. Thank you. Yeah. Same to you all. Yeah. Take care. Keep Yeah. safe. Thank Keep you. safe. Thank you. Bye-bye. Bye-bye. Kochuman, please continue with the. Yeah. ഞാൻ ഡോക്ടർ സദാനന്ദം ഹരികുമാറിന്റെ നെറ്റ് വെബ്സൈറ്റിലുള്ള വീഡിയോസ് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. നാട്യകലാകാരൻ, ചിത്രകാരൻ, ശില്പി, എഴുത്തുകാരൻ, രചയിതാവ്, അധ്യാപകൻ, ഈ എല്ലാ മേഖലകളിലും അദ്ദേഹമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മാറ്റങ്ങളിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു മഹാനാണ് നമ്മളുടെ ഏറ്റുമാനൂർ പി കണ്ണനും. ഞാൻ പഠിച്ചതിൽ നിന്ന് മനസ്സിലായത് ചൊല്ലിയാട്ടവും കഥകളിയും വേഷമില്ലാതെ പല രാജ്യങ്ങളിലും അവതരിപ്പിച്ചു എന്നാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വളരെ ഒരു രസകരമായിട്ട് തോന്നി. അത് കാണുമ്പോൾ കഥകളി കൂടുതൽ, ആ കഥ കൂടുതൽ മനസ്സിലാവാനും ആളുകൾക്ക് അത് കൂടുതൽ റിലേറ്റ് ചെയ്യാനും സാധിക്കുന്നു മറു രാജ്യങ്ങളിൽ എന്ന് ഒരു കമന്റ് സാർ പറഞ്ഞിട്ട് ശ്രീ ഹരികുമാർ പറഞ്ഞിട്ടുണ്ട്. ഹരികുമാർ പറഞ്ഞ ഇന്നത്തെ ടോപ്പിക്കില് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. ട്രഡീഷൻസിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല, മറിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷൻസ് കുറേയും കൂടി നമ്മൾ പക്വതയോടുകൂടി ചെയ്താൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം കോമൺ മാനിന്, സാധാരണക്കാരനും കൂടെ ചെയ്തു കൊടുത്താൽ കഥകളി കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാം. ശ്രീ ഡോക്ടർ കണ്ണന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞങ്ങളുടെ തറവാടിന്റെ വകയും ഞങ്ങളുടെ വെള്ളത്തോൾ കുടുംബ മെമ്മോറിയലിന്റെ വകയും ഇനിയും ഞങ്ങളുടെ സഹകരണം, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം സഹകരണം ചെയ്യും, തിരിച്ചും അതുപോലെ എല്ലാ സഹകരണങ്ങളും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി മൈക്ക് തിരിച്ച് രാംദാസ് വെള്ളത്തോളിന് കൊടുക്കുകയാണ്. ഓക്കെ, മദൻ ഇപ്പൊ ലാസ്റ്റ് വന്ന് മദൻ ഈ കോഴിക്കോട് കഥകളി ക്ലബിന്റെ 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സെക്രട്ടറിയേറ്റ്. സോ ഹി വിൽ ഹാവ് ലോട്ട് ഓഫ് വിസ്ഡം വിത്ത് ഹിം ഹൗ ടു പോപ്പുലറൈസ് കഥകളി. സോ പ്ലീസ് മദൻ, ഒരു 5 minutes ഫൈനൽ കമന്റ്സ് പ്ലീസ് ഓൺ കഥകളി. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ഒരു ക്ഷമാപണത്തോടു കൂടി തുടങ്ങട്ടെ. ഒരു ചെറിയ ഹോസ്പിറ്റൽ ചിറ്റിക്കളി ഉണ്ടായതുകൊണ്ടാണ് സമയത്തിന് വരാൻ പറ്റാതിരുന്നത്. അതിന് എല്ലാവരോടും ക്ഷമാപണം ചോദിക്കുന്നു. പിന്നെ ആരും പരിചയമില്ലാത്തവരില്ല, എല്ലാം ഒരേട്ടൻ രാമദാസ് ഏട്ടൻ, ബാക്കി എല്ലാ അനിയന്മാരുമായിട്ടുള്ള ഒരു സഹോദര സംഘമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഹരികുമാറായാലും കലാധരനായാലും കണ്ണനായാലും കൊച്ചുമാനായാലും എല്ലാവരും മദനേട്ടൻ തന്നെയാണ് വിളിക്കാറ്. അപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവമാണ് ഉള്ളത്. പ്രസംഗം എല്ലാവരുടെയും പ്രഭാഷണം കേട്ടില്ലെങ്കിലും കലാധരൻ പറഞ്ഞതിൽ ഒരൊറ്റ വാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, കർക്കിടകത്തിന് 1-ാം തീയതിക്ക് മുമ്പ് ചേട്ടയെ ഒഴിവാക്കുന്ന മാതിരി കലാമണ്ഡലത്തിൽ നിന്ന് രാഷ്ട്രീയം ഒഴിവാക്കിയാൽ ചിലപ്പോൾ കലാമണ്ഡലം ഇപ്പോൾ ഉള്ളതിനേക്കാളും നന്നായി നടക്കും എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇത് പല വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് കലാധരൻ പറഞ്ഞ ആ വാചകത്തിന്റെ മുകളിൽ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പക്ഷെ രാഷ്ട്രീയമില്ലാതെ മുന്നോട്ട് പോയില്ല. കാരണം ഒരു റൂളിംഗ് ഓർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന് വരുന്ന സഹായവും സപ്പോർട്ടും ഒക്കെ രാഷ്ട്രീയപരമായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന് വേണം. പക്ഷെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമ്പോഴാണ് കലാധരൻ പറഞ്ഞ മാതിരി തുടങ്ങി വെച്ച സ്വപ്നത്തിൽ നിന്ന്, വെള്ളത്തോളിന്റെ സ്വപ്നത്തിൽ നിന്ന് എവിടെയോ എത്തിപ്പോയ കലാമണ്ഡലമാണ് നമുക്കിന്ന് കാണാം.
ഫലിത രൂപേണ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, വെറുതെ അല്ല വെള്ളത്തോള് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കുന്നത്, കിഴക്ക് ഭാഗത്ത് കളരിയിൽ എന്താ നടക്കണതെന്ന് അറിയാൻ കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്നൊരു വാചകം ഒരിക്കൽ തമാശയ്ക്ക് പറയണ്ടേ. ആ സ്ഥിതി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ലേഡി ആനറ്റിന്റെ ടോപ്പിക്ക് ഞാൻ കേട്ടില്ല, പക്ഷെ അവരുടെ പാഷൻ ഫോർ കഥകളി, അവരുടെ എന്താ പറയുക, അർപ്പണ മനോഭാവത്തിന് ശരിക്കും ശ്ലാഘനീയമായിട്ടുള്ളതാണ്. വളരെയധികം സന്തോഷം അവരെ നമ്മളുടെ ഈ കുടുംബമേളയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പിന്നെ ഹരികുമാറാണ്. ഹരികുമാറിനെ ഒരു 15 ദിവസം കൂടുമ്പോഴോ 20 ദിവസം കൂടുമ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ ഫോണിൽ കൂടെ ബന്ധപ്പെടാറുണ്ട്, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. പക്ഷെ അത് നോക്കുമ്പോൾ ഇന്നത്തെ ഈ സംഗമം ഒരു അപൂർവ സംഗമമാണ്. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തോളിന്റെ മരുമകൻ വെള്ളത്തോൾ രാമദാസ്, പേരക്കുട്ടി ഞാൻ, വെള്ളത്തോളിന്റെ മരുമകളുടെ മകൻ നന്ദകുമാർ കൊച്ചുമോൻ, കുറ്റിപ്പുറത്ത് യേശുനായരുടെ ഗ്രാൻഡ് സൺ, കക്കാടുകാരനവരുടെ ഗ്രാൻഡ് സൺ, പിന്നെ കഥകളി രംഗത്തെ ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയയായ കലാധരൻ, പിന്നെ പുതുമയുടെയും എന്താ പറയുക പരിഷ്കാരത്തിന്റെയും, കഥകളി മാത്രമല്ല എല്ലാ കേരളീയ കലകളിലും പ്രാവീണ്യമുള്ള കണ്ണൻ, ഇങ്ങനൊരു പ്രതിഭകളുടെ ഒരു സംഗമത്തിന്റെ ഇടയിൽ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ജനകീയമാക്കാനും കഥകളി പോപ്പുലറൈസ് ചെയ്യാനും ഒരു ക്ലബ്ബ് ഭാരവാഹി എന്നുള്ളതിന്റെ നിലയിൽ ഞാൻ അധികം പറയുന്നില്ല. കാരണം ഹരികുമാറിനും കലാധരനും കണ്ണനും തോടയം കഥകളി ക്ലബ്ബുമായിട്ടുള്ള ബന്ധം ചില്ലറയൊന്നല്ല, വളരെ വലിയൊരു വർഷങ്ങളോളമുള്ള. കലാധരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എന്ത് സെമിനാർ ഉണ്ടെങ്കിലും കലാധരന്റെ ഒരു ടോപ്പിക് ഉണ്ടാവും. കഴിഞ്ഞ അമേരിക്കൻ യാത്രയിൽ മാത്രമേ ഒരു ട്രിപ്പ് ഇത് കിട്ടാത്തുള്ളൂ. ബാക്കി 7 ദിവസം നളചരിതം, 7 ദിവസമായിട്ടുള്ള മഹാഭാരതം 2 പ്രാവശ്യം വെച്ചത് ഒക്കെ കലാധരൻ അതിന്റെ ഒരു ഭാഗമായിരുന്നു. കണ്ണൻ ആണ് ഞങ്ങളുടെ നളചരിതം 7 ദിവസ പ്രോഗ്രാമിന്റെ ചുക്കാൻ പിടിച്ച ആള്. വാസുപിഷാരി കണ്ണനും കൂടി വിഭാവനം ചെയ്ത ഭാഗങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിച്ചതും ചെയ്ത്. ഹരികുമാറിന്റെ കഥ ഇന്നും പെൻഡിങ് ആണ്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന അഗ്രഗണ്യനായ ഒരു ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സദനം ഹരികുമാർ. ഞാനത് അതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞത്, ആ ഘടോത്കചന്റെ വേഷം ശരിക്ക് കുറ്റിച്ചാമരത്തിന്റെ മുകളിൽ 2 കിരീടമൊക്കെ ആയിട്ട് 2 കൊമ്പൊക്കെ ആയിട്ട് വന്നപ്പോ അങ്ങനെ ഒരു കഥകളി വേഷം ആരും പരീക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഈ വാവരുടെ വേഷം പറഞ്ഞ മാതിരി തന്നെയാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഈ ഞങ്ങളുടെ എളിയ സംരംഭത്തില് നിങ്ങളുടെ വെള്ളത്തോൾ കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവരോടും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ആരെയും നേരിൽ കണ്ടിട്ടില്ല, ഒരൊറ്റ ഫോൺ കോൾ കൊണ്ടാണ് എല്ലാവരും വരാമെന്ന് സമ്മതിച്ച്. അതിന് വളരെയധികം സന്തോഷം. എന്റെ സ്വന്തം പേരിലും വെള്ളത്തോൾ കുടുംബത്തിന്റെ പേരിലും എല്ലാ നന്ദിയും പറഞ്ഞുകൊള്ളുന്നു എല്ലാവർക്കും. ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ മോഹൻലാലിന്റെ മെസ്സേജ് ഇതിലിടും, വീഡിയോയിലിടും. വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതില് രംഗം വാനപ്രസ്ഥം അതിലെ സീൻസ് ഒക്കെ വെച്ചിട്ട് ഓഡിയോ വിൽ ബി സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ദോസ് സീൻസ്. ഇനി നന്ദി പറയാനുള്ള സംഘാടകരോടാണ്, പ്രത്യേകിച്ച് രാമുവേട്ടനോടും മദനേട്ടനോടും 2 വാക്ക് പറയണം. അതായത് ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളുടെയും നായകൻ ശ്രീ രാംദാസ് വെള്ളത്തോളാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നമ്മളൊന്നും കാണാത്ത ചില വിഷൻസ് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സ്വപ്നങ്ങൾ, എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്വപ്നങ്ങൾ കാണും. അത് നിർബന്ധമായിട്ടും അത് സാധിച്ചെടുക്കും. അതിന്റെ ഒരു പ്രത്യക്ഷ കാര്യമാണ് ഈ വെബിനാർ. ഈ വെബിനാർ നമ്മൾക്കാർക്കും പരിചയമില്ലെങ്കിൽ തന്നെ അത് തുടങ്ങുകയും നിങ്ങളെ പോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാരെ ഒത്തൊരുമിച്ച് കൊണ്ടുവരുവാൻ സാധിക്കുകയും ചെയ്യുന്നതെല്ലാം ഈ നായകന്റെ ആത്മവിശ്വാസവും അതിനുള്ള ഹെൽപ്പും അത് കുറച്ച് വെള്ളത്തോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും. അതുപോലെ തന്നെ മദനേട്ടൻ നിശബ്ദമായി ഈ മാസസിൽ എത്തിക്കാൻ വേണ്ടി 15 വർഷമായി ഈ തോടയം എന്ന് പറഞ്ഞ ക്ലബ്ബ് തുടങ്ങിയ കാലം തൊട്ട് അതിന്റെ സാരഥ്യം അല്ലെങ്കിൽ അതിൽ സേവനം ചെയ്യുന്ന ഒരു എളിയ പട്ടാളക്കാരനായിട്ട് ആണ് ഞാൻ കരുതിയിരിക്കുന്നത്. അത് അങ്ങനെയുള്ള ഒരു അതിനുവേണ്ടി ജീവിതത്തിലെ ഒരു നല്ല ഭാഗം ത്യജിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ് മദനേട്ടനും. ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും നന്ദി.
Thank you, Kochumon, Madan. Okay. Thank you being a Thank you. great Thank family you. members. Thank you. Until we meet again. വീണ്ടും കാണുന്നവരെ. Bye bye. Take care. the